അസ്സലാമു അലൈക്കും ഗൈസ്. ബ്രദർ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അൽസീഫ് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അടുത്തല്ലേ, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ വെറുതെ ബസ്സിൽ കയറി ഒരുപാട് സ്റ്റോപ്പുകൾ കറങ്ങി ലാസ്റ്റ് അൽസീഫിലെത്തിയിട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും കുറഞ്ഞത് 50 തവണയെങ്കിലും അവിടെ പോയിട്ടുണ്ടാവും ഹസ്ബൻഡിൻ്റെ കൂടെ. എന്നാലും ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ പൊരി വെയിലാണേ. അവസാനം ഈ സോഡ സർബത്ത് കിട്ടിയപ്പോൾ ഇല്ല, ആ വെയിൽ കൊണ്ടതൊക്കെ അതിലങ്ങ് അലിഞ്ഞു പോയിട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. 8 ദിർഹംസിന് വേർത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഗോൾഡ് സൂക്കിലേക്കാണ് കേട്ടോ. ഗോൾഡ് സൂക്കിൻ്റെ ഒരുപാട് വീഡിയോസ് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത്രയും ക്രിയേറ്റീവായിട്ടൊരു മെറ്റൽ കൊണ്ട് ഇത്ര ആഭരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ കണ്ട് അതിശയിച്ചു പോകും കേട്ടോ. എൻ്റെ ബ്രദറിന് ഇത് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് അവൻ കുറേ നേരം സർപ്രൈസ്ഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. ഇവിടെയും ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും പിന്നെയും വരാൻ എനിക്കിഷ്ടമാണ്. കാരണം ഇതേപോലത്തെ ഗോൾഡിൻ്റെ പല വെറൈറ്റീസ് ഓരോ സമയം വരുമ്പോഴും കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതൊക്കെ കാശുള്ള വീട്ടിൽ അറബിമാരാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഏതെങ്കിലും ഒരു കാലത്ത് ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങാനുള്ള കാശ് എൻ്റെ അടുത്തുണ്ടെങ്കിൽ പോലും ഞാനിതൊന്നും വാങ്ങിക്കില്ല കേട്ടോ. എനിക്കിങ്ങനെ കണ്ട് ആസ്വദിക്കാനാണ് ഇഷ്ടം. ഗോൾഡ് ഇടുന്ന സമയത്ത് ഏറ്റവും മിനിമലായിട്ട് ഇടാനാണ് എനിക്കിഷ്ടം. ഇത്രയും ആഡംബരമായിട്ടുള്ളത് കാണാൻ, അത് മറ്റുള്ളവരിടുമ്പം കണ്ട് ആസ്വദിക്കാനും മാത്രമേ എനിക്കിഷ്ടമുള്ളൂ കേട്ടോ. പണ്ട് ഏതോ ഒരു വാശിപ്പുറത്ത് ഉമ്മാനോട് എന്തോ ഒരു ഗോൾഡ് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കരഞ്ഞു പറഞ്ഞതും ഉമ്മ ഒരു കുടുക്ക പൊട്ടിച്ച് എനിക്ക് ഗോൾഡ് വാങ്ങി തന്നതൊക്കെ ആ സമയത്ത് ഓർമ്മ വരും കേട്ടോ. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഗൈസ്, പാരൻസിനോട് വാശി പിടിച്ച് ഗോൾഡ് വാങ്ങിപ്പിച്ചവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഓക്കെ, അങ്ങനെ കുറേ നേരത്തെ അലച്ചലിന് ശേഷം അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു ജ്യൂസും വാങ്ങി ഡേ ടു ഡേയിൽ കയറി നിസ്കരിച്ച് അവിടെ നിന്നൊരു ബക്കറ്റും വാങ്ങി റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.